ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കമാൻഡോ മനേഷ് പി വി ശൗര്യചക്ര. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളും അതേപോലെ യുവജനങ്ങളിലും ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുകയും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ് സിനിമ എന്നത്. കാരണം ആ സിനിമയിലൂടെ ആ സിനിമ കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ അത് ക്രിമിനലിസമായാലും മറ്റുള്ള കാര്യമായാലും നടന്നു വരാറുണ്ട്. പക്ഷേ എനിക്ക് വളരെയേറെ സങ്കടത്തോടെ പറയട്ടെ, ഇപ്പോൾ ഇറങ്ങി വന്ന നമ്മൾ മലയാളികൾ, പ്രബുദ്ധ കേരളം, നമ്മളാണ് എല്ലാത്തിലും മുന്നിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേങ്കിൽ നമ്മളൊക്കെ അത്രയും അറിവിൻ്റെ കാര്യത്തിലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും മലയാളികളുടെ കയ്യൊപ്പില്ലാത്ത ഇന്ന് ലോകത്ത് വേറെ ഒരു കാര്യവുമില്ല. ആ മലയാളികളായ നമ്മളൊക്കെ നെഞ്ചോണ്ട് കയറ്റിയിരിക്കുന്നത് വയലൻസ് സിനിമകളാണ്. വയലൻസ് കിട്ടുന്ന സിനിമകളാണ് ഇന്ന് സൂപ്പർ മെഗാ ഹിറ്റാക്കിയിരിക്കുന്നത്. എന്തുമാത്രം വ്യത്യസ്ത തലങ്ങളിലേക്കാണ് നമ്മുടെ സ്വഭാവശുദ്ധി പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ യുവജനങ്ങളുടെയും ഇടയിലേക്ക്. അത്തരം നമ്മൾ സൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ കാലത്തിന് പ്രശസ്തമായിട്ടുള്ള, അതും ലഹരിക്കെതിരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് തിരുത്ത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും മറ്റുള്ള സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതൊരു കലാമൂല്യം മാത്രമല്ല, ഇതൊരു കഥയുടെ മൂല്യം കൂടിയാണ്. ഇന്നത്തെ സമൂഹത്തിനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് തിരുത്ത് എന്ന സിനിമ. ഇത്തരം സിനിമകളാണ് നമ്മുടെ നാടിനാവശ്യം. ഇത്തരം സിനിമകൾ എന്നും ഉയർന്നു വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നിഷ്കളങ്കനായിട്ട് തനി ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലുടലെടുത്ത ഒരു കഥയാണ്. ആ കഥയുടെ ദൃശ്യാവിഷ്കാരമാണ് നമ്മളിവിടെ കണ്ടത്. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. അത് അത്രമാത്രം സമൂഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു മൂല്യം പ്രതീക്ഷിക്കാതെ തന്നെ സമൂഹത്തിൻ്റെ നല്ല വ്യക്തിക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്താൻ സാധിക്കൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജോഷിക്കും മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങൾ അഭിനയിച്ചത് എനിക്ക് ഇവിടെ എടുത്തു പറയേണ്ടത്, ഒരു ജനപ്രതി എന്ന രീതിയിൽ എൻ്റെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ MP ആയിട്ടുള്ള സന്തോഷ് കുമാർ സാർ, അദ്ദേഹം പോലും ഇതൊരു നെഞ്ചിലേറ്റിയത് ഇതിൻ്റെ മൂല്യം കണക്കാക്കിക്കൊണ്ടായിരിക്കാം. അതേപോലെ നമ്മുടെ ഫാദർ, എല്ലാവരും എല്ലാ തലങ്ങളിലും എല്ലാ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ തിരുത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തിരുത്ത് വൻ വിജയമായി കൊണ്ട് ഈ കേരളക്കര ഒന്നടങ്കം അലയടിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.